തീക്ഷ്ണമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കൊടുവിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വിജയ് നടന്നുകയറിയ വാർത്തകൾക്കൊപ്പം തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന മറ്റൊരു ചരിത്ര മുഹൂർത്തം കൂടിയുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന ചിത്രമായ ജനനായകൻ. മാസങ്ങളായി നീണ്ടുപോയ ആകാംക്ഷകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമം വിട്ടുകൊണ്ട് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. പ്രതീക്ഷിച്ചതിലും നേരത്തെ ചിത്രം റിലീസ് ചെയ്യുമെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സിനിമാ പ്രേമികളെയും ആരാധകരെയും ഒരേപോലെ ആവേശത്തിലായിരുന്നത്. ഒരു സിനിമയ്ക്ക് സമീപകാലത്ത് തമിഴ് സിനിമാ ചരിത്രത്തിൽ ലഭിച്ചതിൽ വച്ച് ഏറ്റവും വലിയ ഹൈപ്പാണ് ഈ ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണയായി തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ഉത്സവ സീസണായ പൊങ്കൽ റിലീസ് ലക്ഷ്യമിട്ടായിരുന്നു ഈ സിനിമ അണിയറ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരുന്നത്. ജനുവരി 9 തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന ചിത്രം എന്നാൽ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ടുണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലാവുകയായിരുന്നു. റിലീസ് തീയതി നീണ്ടുപോവുകയും 6 മാസത്തോളം ചിത്രം പെട്ടിയിലിരിക്കുകയും ചെയ്തതോടെ ആരാധകർ വലിയ നിരാശയിലായിരുന്നു. എന്നാൽ ഈ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അന്ത്യം കുറിക്കുകയാണ്. നിർമ്മാതാക്കളായ കെവിൻസ് പ്രൊഡക്ഷൻസ് ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചിത്രം ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന സൂചനകൾ അവർ നൽകിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിത്രം ജൂലൈ 24 റിലീസ് ചെയ്യുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സജീവമായിരുന്നു. കേവലം ആരാധകർ മാത്രമല്ല, ചിത്രത്തിന്റെ വിദേശ വിതരണക്കാർ വരെ ജൂലൈ 24 എന്ന തീയതി ഉറപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടെ ഇതിനൊരു ഔദ്യോഗിക പരിവേഷം കൈവന്നിരുന്നു. പല വിദേശ മാർക്കറ്റുകളിലും ഈ തീയതി മുന്നിൽ കണ്ടുകൊണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ആരാധകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ തീയതിക്കും ഒരു ദിവസം മുൻപ്, അതായത് ജൂലൈ 23 തന്നെ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ ട്രേഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളും തിയേറ്റർ ഉടമകളും ഈ തീയതി സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു അപൂർവ സിനിമാറ്റിക് വിസ്മയം. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന ഒരു ചിത്രം സെൻസർ കുരുക്കുകൾ കഴിഞ്ഞ് ഒടുവിൽ റിലീസിനൊരുങ്ങുമ്പോൾ അതിന്റെ നായകൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഈ അപൂർവ യാദൃച്ഛിക ചിത്രത്തിന്റെ ഹൈപ്പ് ആകാശത്തോളം ഉയർത്തിയിരിക്കുകയാണ്. വൻ താരനിരയാണ് ഈ ചിത്രത്തിനായി അണിനിരക്കുന്നതെന്നത് ഇതിന്റെ മറ്റൊരു ആകർഷണമാണ്. വിജയ്ക്കൊപ്പം മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരി മമിത ബൈജു, പൂജ ഹെഗ്ഡെ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുമ്പോൾ പ്രകാശ് രാജ്, ബോബി ഡിയോൺ, ഗൗതം വാസുദേവ് മേനോൻ, പ്രിയാമണി, നരേൻ തുടങ്ങിയ വമ്പൻ താരനിരയും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷമുള്ള ദളപതിയുടെ അവസാന ചിത്രമെന്ന നിലയിൽ റിലീസ് ദിവസം തിയേറ്ററുകൾ പൂരം പറമ്പാക്കാനുള്ള ഒരുക്കത്തിലാണ് ആരാധകർ. ജൂലൈ 23 എന്ന തീയതി സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്തു നിന്ന് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം.